ഹായ് ഗായ്സ്, അങ്ങനെ കുറെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളിതാ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരു മിനിറ്റ്. വലിച്ചു നീട്ടുന്നില്ല. തബ്നയിൽ കണ്ട പോലെ നമ്മളെ റിയാക്ഷൻ വീഡിയോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഭയങ്കര മാറ്റം ഉണ്ടാവും. നമ്മൾ എന്താ വെച്ചാൽ ഇതിന്റെ പല്ലില് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് മുമ്പ്. ഈ ഫോട്ടോയില് ക്ലിപ്പ് ഇല്ല. അതല്ല, ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായി. അപ്പം മുമ്പ് ഇതിനേക്കാളും കാരണം നല്ല ഡിഫറൻറ്റ് ഉണ്ട്. അത്രക്ക് പൊന്തിയിട്ടൊന്നുമില്ല, കുറച്ച് പൊന്തിയിട്ടുള്ളൂ. പക്ഷെ നമ്മക്ക് അതായത് ഫ്രണ്ട് പല്ല് ഭയങ്കരമായിട്ട്, കാരണം എന്റെ ഫ്രണ്ട് പല്ല് ഉണ്ടാക്കണം അത്യാവശ്യം വലിയ വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ പുറത്തുനിന്നോ കാണുന്നവർക്കൊന്നും അത്ര വലിയത് തോന്നണില്ല. അങ്ങനെ ഞാനൊരു 17 വയസ്സായപ്പോഴൊക്കെ അങ്ങനെയാണ്. ഇത് കാണുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ ഒന്നും ഒരു പിടിയില്ല. ക്ലിയർ ആവുള്ളെങ്കിൽ ഇത് ഫോട്ടോ എടുത്തിട്ട് ഏതായാലും ഫോട്ടോ എടുത്തിട്ട് നമ്മള് സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇവിടെ ഉണ്ട് ആള്. ഇലനെ പോലെ ഉണ്ടെന്നൊക്കെയാണ് ഇവരെ വീട്ടുകാര് പറയുന്നത്. പിന്നെ കെട്ടിയന്മാരെ വീട്ടുകാർക്കല്ലേ കെട്ടിയവന്റെ ചെറുപ്പപ്രായം അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഇന്ന പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒക്കെ കണക്കാണ്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ണാച്ചി മക്കള് ഫോട്ടോ എടുത്തതല്ല. ഇതൊക്കെ എന്റെ കസിൻസും ഞാനുമാണ്. ഇതിൽ ഈ ബ്ലാക്ക് ഇട്ട് നിക്കണതാണ് ഞാന്. കാണുന്നേക്കൂലേ? ഇതായത് ഫോട്ടോ എടുത്ത് ഈ ബ്ലാക്ക് ഇട്ട് നിൽക്കുന്നതാണ് ഞാന്. പിന്നെ ബാക്കിയൊക്കെ എന്റെ താത്തമാര്, പിന്നെ അനിയത്തി, കസിൻസ്. അതായത് ഞങ്ങൾ കുടുംബം എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേനി, കൊച്ചിക്ക് വന്നിട്ടുണ്ടേനി. അപ്പൊ ഞങ്ങള് വേറെ ഫാമിലീസിന്റെ വീട്ടിലൊക്കെ പോയി ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും. അപ്പൊ ഞങ്ങള് എടുത്ത വീഡിയോ അപ്പൊ എടുത്ത പിക്കാണ് ഈ റോസ ഇട്ടിട്ടത്. ഞാനും അപ്പുറത്ത് നിൽക്കണത് ഇക്കാക്കിയാണ്. ഈ സമയത്ത് നമുക്ക് അറിയില്ല കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ലേ. ഇനി ആരും ആലോചിക്കുക അങ്ങനൊന്നും ചെയ്തിട്ടില്ലേ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളത്ര വലിയ കമ്പനി ഒന്നുമില്ല. പിന്നെ എന്താ വെച്ചെങ്കില് ഇക്കാക്ക ഇതുവരെ മീശ പഠിച്ചതായിട്ട് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. മുമ്പ് എങ്ങനെയാണ് കേട്ടോ. ഇതാണ് അവസ്ഥ. ഞാന് എന്താ പറയാ, എന്റെ താത്തന്റെ കല്യാണത്തിന് ഇക്കാക്കന്റെ അനിയനും പിന്നെ വല്യാപ്പി ഓലൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. ആദ്യമായിട്ട് നമ്മളെ ലവ് സ്റ്റോറിയിൽ വന്നിട്ടുണ്ട്. അപ്പം അതില് എന്താ പറയാ, അതായത് ആ അനിയന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ വേറൊരു അനിയനും പിന്നെ ഒരു ഇക്കാക്കയാണ് ഉള്ളത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഫാമിലീസിനെ അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചതേനി. അങ്ങനെ ഇക്കാക്കന്റെ കാണിച്ചെന്തേലും ഞാൻ ഇക്കാക്കനെ ആദ്യമായിട്ട് കണ്ടപ്പിക്ക് ഈ വെയ്ക്കുമ്പോഴാണോ വേറെ വെയ്ക്കുമ്പോഴാണോ എന്ന് അറിയില്ല. ഏകദേശം ഇതുപോലുള്ള ഒരു പിക്കാണ്. അത് രണ്ട് കാലം ഇപ്പുറത്തോട്ട് ഇട്ടിരിക്കുന്ന ഒരു പിക്ക് ഉണ്ടാ. എന്നാ ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇത് കണ്ടപ്പം ഞാൻ 10-25 വയസ്സ് തോന്നിക്കണ്ടല്ലോ ഇത് കണ്ടിട്ട്. ഞാൻ എത്ര വയസ്സുണ്ടെന്ന് വിചാരിച്ച. പക്ഷെ മുമ്പേക്ക് 21-22 കണ്ടല്ലോ. അത് എൻഗേജ്മെന്റ് ആയപ്പോഴാണ് ഞാൻ എൻഗേജ്മെന്റ് ടൈമിന് എനിക്ക് 15, കാക്ക് 22 ആയിട്ടുള്ളൂ. ഇനി പക്ഷെ കായനെ കണ്ടു കഴിഞ്ഞാല് ഈ മീശ എന്തൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രായമുണ്ട്. ഭയങ്കര പ്രായമുണ്ട്. ഇക്കാകന്റെ ഫോട്ടോസ് ഉണ്ട്. എന്റെ ഫോട്ടോസ് മാത്രമേ കാണിക്കണ. അവളുടെ കാണിക്കലാട്ടാ. ഇങ്ങനെ കാണിക്കാതെ ഇതൊക്കെ കണ്ടിട്ട് കൊറേ പെണ്ണുകൾ പുറകടന്നിരുന്ന. അയ്യോ സമ്മതിക്കട്ടെ. ഇക്കാകനെ കണ്ടിട്ട് ഇക്കാകനോട് പറഞ്ഞതാ. വേറെ ആൾക്കാര് പറഞ്ഞല്ലോ. ആരാണ്? വിജയ് ദേവർകൊണ്ടനെ പോലെ. പിന്നെ വിജയ് ഏതോ നടന്ന ലുക്ക് ഉണ്ടായാലോ. പറഞ്ഞോലൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ ആരെ വരാന്ന് പറഞ്ഞോളൂ. ഇന്റെ പിന്നെ ഒക്കെ കണക്കാ. ഇന്റെ പിന്നെ വേറെ ചെറുങ്ങനെ അതൊക്കെ കുഴപ്പമില്ല. അതൊക്കെ ഞാന് എന്താ ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ആ ടൈമില് ഫിൽറ്റർ ചെയ്യുന്നില്ല. അതല്ല ഇല്ലട്ടോ, ഞാൻ കറുത്തിട്ടൊന്നുമില്ല. ഞാൻ കറുത്തിട്ട് അങ്ങക്ക് എന്താ നിങ്ങള് കെട്ടിയില്ലേ? ഇതെന്താ പ്രശ്നം? നമ്മള് മറ്റേതില്ലേക്കാ. അയ്യോ ആ എൻഗേജ്മെന്റിന്റെ പിക്ക് ഉണ്ടാ എന്റെ അടുത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അയ്യോ നിങ്ങള് കാണണം. ഞാൻ ഇങ്ങനെ ഇരുന്നു. പിന്നെന്ന് വെച്ചെങ്കില് ഇത് ഞാന് കോളേജ് പഠിക്കുമ്പോഴുള്ള അത് കാണിച്ചു തരുന്ന അതുകൊണ്ട് തന്നെ
അന്നത്തെ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ടർബാനൊക്കെ കെട്ടിട്ടുള്ളേനി. ടർബാൻ കെട്ടിട്ടേനി. അപ്പൊ ഭയങ്കര എന്തോ അന്ന് ഭയങ്കര രസേനി അതൊക്കെ. പക്ഷെ ഇന്ന് കാണുമ്പോ ഒരുമാതിരി ഉണ്ട്. പിന്നെ ഇതാണ് ഹൈലൈറ്റ്. ഞാന് എന്താ പറയാ പ്ലസ് ടു പഠിച്ചിട്ടില്ല. +1 കഴിഞ്ഞ ടൈമിൽ ഞാൻ +1 ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടേനി. എനിക്ക് പുതിയതായിട്ട് കട്ട് ചെയ്ത് അത്ര തന്നെ. അല്ലാണ്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്തില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ കട്ട് ചെയ്യാൻ സമ്മതിക്കാനുള്ള ഭർത്താവ്. നിക്കായിന്റെ ഫോട്ടോ കാണണ്ടേ? നിക്കായിന്റെ അന്ന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞങ്ങളെ നിക്കായിന്റെ ലുക്ക്. നിക്കാനൊക്കെ ഷടപടി ചെയ്യുന്നായിരുന്നു. നമ്മള് പിറ്റേ ദിവസം റിച്ചാക്കി പോലൊക്കെ വന്നില്ലേ പോവാന്ന് പറഞ്ഞെങ്കിൽ നമ്മള് മാർച്ച് 4-ാം തീയതി കഴിഞ്ഞ് മാർച്ച് 5-ാം തീയതി പോണതാണ്. കണ്ടോ, മാർച്ച് 6-ന് നടത്തി, മാർച്ച് 5-ന് രാത്രിക്ക് പോയതാണ്. പിന്നെ വേറൊരു സാധനം ഇതൊക്കെ ഓർമ്മയിൽ പോലും കാര്യം ഉണ്ടാവില്ല. സമ്മതിക്കൂല. എന്താണ് നോക്കട്ടെ അതുള്ള ഞാൻ എത്ര കാലം എന്താ എന്റെ അങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല. എങ്ങളാണ് ഇവിടുത്തെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നത്. അയ്യോ എവിടെ പോയി. എന്റെ ഫേവറേറ്റ് വീഡിയോ അത്. മറ്റേ എക്സസൈസ് ചെയ്യുന്ന ഒരു ഫേമസ് ആയിരുന്നല്ലോ ഒരു ചൈനീസ് പെണ്ണാ. കൊറേ പെണ്ണ കണ്ടോ വയറിങ്ങനെ ആക്കിയിട്ട് അപ്പൊ കാകന്റെ ഫോണ് പൊട്ടി ആകെ. പിന്നെ എന്റെ പഴയ ഫോട്ടോ ആണ്. പിന്നെ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് എന്റെ പഴയ ഫോട്ടോ കാണിക്കാൻ കൊള്ളൂല. കാരണം ഞാന് അന്നത്തെ മോഡൽ ഇതിലിന്റെ കണ്ട ഇതില് ഞാൻ എന്റെ കാണണ്ട അറ്റത്ത് ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് കാണിച്ചത്. എന്നെ കാണൂല, അങ്ങനെയായിരുന്നു ഞാൻ. ഇതാ ഇതില് ഇവിടെ നിക്കണം ഞാനാണ് ഫോട്ടോ എടുക്കണായിരുന്നെങ്കിൽ എന്നെ കാണൂലേനി. കാരണം അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കട്ടെ. കാരണം അന്നത്തെ ഇതുകൊണ്ടേ അയ്യോ ഇത് വേണ്ട ഇത് നമ്മള് +1 ട്രിപ്പ് പോയപ്പോ കാണിക്കുമ്പോ കുറച്ചെങ്കിലും ബാക്കിലുള്ള കാണിക്കണ്ടേ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചാൽ ഞാന് കോളേജിലെ സംഭവമായിരുന്നു. ഞാൻ കണ്ട വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. അടിച്ചു നോക്ക്, മീഡിയ വണ്ണാന്ന് തോന്നുന്നു. കോളേജില് ബാത്റൂം ഇല്ലാത്തോണ്ട് ഞാൻ പ്രതികരിച്ച വീഡിയോ ആണ് ഈ കാണുന്നത്. അതിന് വേണ്ടിട്ട് ആദ്യത്തെ ചെക്കന്മാരോട് എന്തോ ഒരു കളിയാക്കലേനി. ചെക്കന്മാർക്ക് ബാത്റൂം ഇല്ലാത്തതിനാ ഞാൻ കിടന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫോണത്തെ ഫോട്ടോസൊക്കെ നമ്മളപ്പോ ഡിലീറ്റ് ഇങ്ങനെ എടുത്തു വെക്കണ ആ ഒരു ബുദ്ധിയൊന്നും പോയില്ല. കുറച്ച് മന്ദബുദ്ധി ആയി പോയി. വേറൊരു സംഭവം ഇത് ഞാൻ എന്റെ ഇതാണ് നത്ത് പോലെ എന്ന് പറയുന്നത്. അങ്ങനെ ഏതെന്ന് ഫോട്ടോ എടുത്തോണ്ടിരുന്നു ഇനി അത്. പിന്നെ പ്രഗ്നന്റ് ആയി, ഇവളെ പ്രസവിച്ച്, പിന്നെ ഭയങ്കര തടിയൊക്കെ ആയിരുന്നു ഞാന്. ഭയങ്കര തച്ചില്ലേ ഞാന് ആ ടൈമില്. എന്താ ആ തടിച്ചൊരു പിക്കുണ്ട് ശരിക്കറിയാൻ പറ്റും. എന്റെ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ഞാൻ അത്രക്ക് തടി ചെയ്യണേ. 70 സംതിങ്. കാരണം ഇപ്പൊ ഞാൻ എത്ര 53 കിലോ ആയി. ഞാന് എത്ര 60 20 ഞാൻ നോക്കട്ടെ കറക്റ്റ് പറയാ, വെറുതെ ഇത് കൊടുക്കണ്ടല്ലോ. 70 കിലോ സംഭവം റിസൾട്ട് ആണ്. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഞാൻ ഇങ്ങനെ വൈറ്റിന്റെ ഉള്ളിലേക്ക് ഫോട്ടോസ് ഒക്കെ ഇടാം. പിന്നെ ബുദ്ധി വെച്ചപ്പം പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വീഡിയോ ഇടുമ്പോ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോ നമുക്കൊരു പേടിയാണ്. അതായത് ഇങ്ങനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആവും. അതായത് ഇങ്ങനെ പകുതി മാത്രമൊക്കെ ഇടുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പേടിയേനെ.
എന്താ അറിയില്ല ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അത് മാറി, ആകെ വെറുതെ ആണെന്നുള്ള തോന്നല് വന്ന് പിന്നെ സാധാ പോലെ ഇടാൻ തുടങ്ങി. അത്രല്ലേ പിന്നെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോയോടുകൂടി നമ്മൾ ഈ കലാപരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇത് സംഭവം കൊറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇതിനകത്ത് ഇല്ല. ഇപ്പൊ കണ്ടപ്പോ നമ്മളിങ്ങനെ ഗാലറി നോക്കിയപ്പോ കണ്ടപ്പോ എന്നാ ഇത് എല്ലാരെയും കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം എന്താ പറയാ, നമ്മള് അധികം വലിച്ചു നീട്ടണമില്ല. ഇതിപ്പോ അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും. പക്ഷെ നമ്മള് പറ്റ വെട്ടി കുറച്ചിട്ടൊക്കെ ഇടുള്ളൂ. അപ്പൊ എന്താക്കും,